ബിജെപിയുടെയും രാഷ്ട്രീയ പ്രവർത്തനത്തോടൊപ്പം മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ പ്രവർത്തനം വർഗീയ ചേരിതിരിവ് സൃഷ്ടിക്കുന്നതിന് വേണ്ടി വളരെ ബോധപൂർവമായ ഒരു പരിശ്രമമായി അത് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നതാണ് പ്രധാനമായും പറയാൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ മുസ്ലിം ലീഗ് കേരളത്തിന്റെ മതനിരപേക്ഷതയ്ക്ക് വേണ്ടി എടുത്ത ചില സമീപനങ്ങൾ എല്ലാവരും അംഗീകരിക്കപ്പെടുന്ന ചില സമീപനങ്ങളുണ്ടായിരുന്നു. മുസ്ലിം ലീഗ് ഒരു മത പാർട്ടി എന്ന നിലയിൽ സാധാരണ എടുക്കുന്ന നിലപാട് കേരളത്തിന്റെ മതമൈത്രി ശക്തിപ്പെടുത്താനും എല്ലാവരെയും കൂട്ടിച്ചേർത്ത് നിർത്താനും ഉള്ള പരിശ്രമത്തിന്റെ ഭാഗമായി മുന്നോട്ട് പോകുമ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി SDPI, ജമായത്ത് ഇസ്ലാമി അടക്കമുള്ള ചില വലതുപക്ഷ തീവ്ര സംഘടനകളുമായി യോജിച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ ഇടയിൽ വർഗീയമായ ചേരിതിരിവ് സൃഷ്ടിക്കുന്നതിന് വേണ്ടി ബോധപൂർവമായ പരിശ്രമം നടത്തുന്നു എന്നുള്ളതാണ് വസ്തുത. ഇത് തയ്യാറാക്കിയ ഒരു തിരക്കഥയുടെ ഭാഗമാണ്. ബഹുമാനായ പാണക്കാട് തങ്ങളാണ് മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ്. അദ്ദേഹത്തിന്റെ അറിവില്ലാതെ ഒരു കാരണവശാലും ഇങ്ങനൊരു തിരക്കഥ ഉണ്ടാകില്ല. മുസ്ലിം ലീഗിലെ ഒരു വിഭാഗം, എന്നാൽ ബഹുഭൂരിപക്ഷം ആളുകൾ അങ്ങനെയാണെന്ന് ഞങ്ങൾ പറയുന്നില്ല, മുസ്ലിം ലീഗിനുള്ളിലെ സംഘടനാ രംഗത്തും രാഷ്ട്രീയപരമായും സ്വാധീനം കുറഞ്ഞിരുന്ന ഒരു വിഭാഗം ഇന്ന് മുസ്ലിം ലീഗിനകത്ത് തീവ്ര വലതുപക്ഷ നിലപാട് നടപ്പാക്കുന്നതിന് വേണ്ടി വലിയ തരത്തിൽ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ കൈകളിലേക്ക് ആ പാർട്ടി, അതിന്റെ സംഘടനാ സംവിധാനവും അതിന്റെ രാഷ്ട്രീയ സംവിധാനവും മാറുന്നു. അതിന്റെ ഫലമായി കേരളത്തിൽ ഒരു കാലത്ത് ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു മതധ്രുവീകരണം കേരളത്തിൽ സൃഷ്ടിക്കുന്നതിന് വേണ്ടി അതിലെ ഒരു വിഭാഗം നടത്തുന്ന പരിശ്രമത്തിന് അറിഞ്ഞോ അറിയാതെയോ ലീഗ് നേതൃത്വം ഇന്ന് കൂട്ടുനിൽക്കുന്നു. എന്നാൽ ലീഗിൽ പൊതുവെ അതിലെ നല്ലൊരു ശതമാനം ആളുകൾ മതനിരപേക്ഷമായി ചിന്തിക്കുന്നവരും മതേതരമായി പ്രവർത്തിക്കുന്നവരുമാണ്. എന്നാൽ ലീഗിന്റെ നേതൃത്വത്തിൽ നിന്ന് നിൽക്കുന്ന ചില ആളുകൾ അത്തരത്തിലുള്ള ധ്രുവീകരണത്തിന് ശ്രമിക്കുന്നത് കേരളത്തിന്റെ ബഹുസ്വരതയെ ബാധിക്കുന്ന പ്രശ്നമാണ്. പാലക്കാട് തെരഞ്ഞെടുപ്പ് മാത്രമല്ല, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിൽ നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും ഇതേ സ്ഥിതിയാണ് ഉണ്ടായത്. ഇപ്പോൾ നടക്കുന്ന ബൈ ഇലക്ഷനിലും മുസ്ലിം ജനവിഭാഗങ്ങൾക്കിടയിൽ ഏകോപനം ഉണ്ടാക്കി വർഗീയമായി മുസ്ലിം ജനവിഭാഗങ്ങളെ തമ്മിൽ തിരിക്കാനുള്ള, ജനങ്ങളെ വ്യത്യസ്ത തട്ടുകളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ഒരു സംഘടിത ശ്രമം, അതാണ് നമ്മുടെ കേരളത്തിൽ RSS BJP നടത്തുന്നത്. ആ ശ്രമത്തിനെ ശക്തിപ്പെടുത്തുന്ന സമീപനമാണ് ലീഗിന്റെ ചില ആളുകൾ ഇന്ന് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കാര്യത്തിൽ ലീഗ് എടുക്കുന്ന നിലപാടിൽ നിന്ന് അവർ പിന്മാറണം. അതിനകത്ത് വളർന്നുവരുന്ന തീവ്ര വലതുപക്ഷ രാഷ്ട്രീയത്തെ കുറച്ചു കാണാൻ പാടില്ല. അതിനെക്കുറിച്ച് ഗൌരവമായി അവർ പരിശോധിക്കുകയും നല്ല തിരുത്തൽ പ്രക്രിയ ആ സംഘടനയ്ക്കകത്ത് ഉണ്ടാകണം. ഇതിനുവേണ്ടി കേരളത്തിലെ മതേതര വിശ്വാസികളും ജനാധിപത്യ വിശ്വാസികളും ശക്തമായ നിലപാട് സ്വീകരിക്കണം. ഈ ഉപതെരഞ്ഞെടുപ്പ് വ്യത്യസ്ത രാഷ്ട്രീയ നിലപാടുകൾ ഉള്ളവർ തമ്മിലുള്ള ഏറ്റുമുട്ടലായി മാറണം. ഇത് ഒരു തരത്തിലും ജാതീയമായ ചേരിതിരിവ് ഉണ്ടാകുന്ന തരത്തിലേക്ക് തെരഞ്ഞെടുപ്പിനെ മാറ്റി തീർക്കാൻ ഇത്തരം ശക്തികൾ, പ്രത്യേകിച്ച് BJPയും ലീഗും നടത്തുന്ന ശ്രമത്തെ ഈ കേരളത്തിൽ പരാജയപ്പെടുത്തണമെന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഇവിടെ വിശദീകരിക്കാനുള്ളത്. പാണക്കാട് തങ്ങളെ ഞങ്ങൾ എല്ലാവരും ബഹുമാനിക്കുന്നവരാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉൾപ്പെടെ എല്ലാവരും ബഹുമാനിക്കുന്നവരാണ്. പക്ഷെ പാണക്കാട് തങ്ങൾ ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയാണ്. ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുന്ന പാണക്കാട് കുടുംബത്തിലെ ഒരാളും ഇത്തരം വലതുപക്ഷ തീവ്ര നിലപാടുകൾക്കെതിരായി എന്നും പ്രതികരിച്ചിട്ടുണ്ട്. അത്തരം അസ്വസ്ഥതകൾ ഒരിക്കലും ലീഗിനകത്ത് കൊണ്ടുവരാൻ അവർ ശ്രമിച്ചിട്ടില്ല. ലീഗിന്റേതായ ചില രാഷ്ട്രീയമുണ്ട്, ചില നിലപാടുകളുണ്ട്. ആ നിലപാടുകളും രാഷ്ട്രീയത്തോടും ഞങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങൾ കാണാം. പക്ഷേ കേരളത്തിന്റെ ബഹുസ്വരതയെ സംബന്ധിച്ചിടത്തോളം അവർ ഉയർത്തിക്കൊണ്ടുവന്ന ചില അഭിപ്രായ പ്രകടനങ്ങൾ കേരളത്തെ പൊതുസമൂഹത്തിന് മുമ്പിൽ അവർക്ക് ചില അംഗീകാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. എന്നാൽ ഇന്ന് ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റും നേതൃത്വവും പാണക്കാട് തങ്ങൾ നിർവഹിക്കുന്ന കാലത്ത് ഒരിക്കലും പാടില്ലാത്തൊരു ധ്രുവീകരണം അതിനുള്ളിൽ വരുന്നു. അത് വലതുപക്ഷ തീവ്രവാദപരമായ സമീപനം സ്വീകരിക്കുന്ന ചില ആളുകളുടെ കൈകളിലേക്ക് ലീഗിന്റെ നേതൃത്വവും ലീഗിന്റെ രാഷ്ട്രീയ നിലപാടും മാറുന്നു എന്നതാണ് ആ നേതൃത്വത്തെ സംബന്ധിച്ചുള്ള പരാമർശത്തിന്റെ ഭാഗമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ പാണക്കാട് തങ്ങളുടെ പദവിയോ ആക്ഷേപിച്ചുകൊണ്ടല്ല. അത്തരം കാര്യങ്ങൾ കേരളത്തിൽ വരുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കാനുള്ള ഉത്തരവാദിത്വം കേരളത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിലുണ്ട്. കോൺഗ്രസ് ഈ കാര്യത്തിലെടുക്കുന്ന സമീപനം അവസരവാദപര സമീപനമാണ്. കോൺഗ്രസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരമൊരു ഘട്ടത്തിൽ മതനിരപേക്ഷതയാണ് ഉയർത്തിപ്പിടിക്കേണ്ടത്. എങ്ങനെയാലും തെരഞ്ഞെടുപ്പിൽ തോട്ട് മേടിക്കുക മാത്രമല്ല, കേരളത്തിന്റെ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കണം. ഇപ്പൊ നിങ്ങൾ കണ്ടോ, സ്നേഹത്തിന്റെ കൂട് പൊട്ടിച്ചിട്ട് നേരെ വിദ്വേഷത്തിന്റെ കൂട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് സ്നേഹക്കൂടിലേക്ക് കയറിയില്ല. പിറ്റേ ദിവസം എവിടെ പോയത്?
നമ്മുടെ കേരളത്തിൽ ജാതീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമമാണ് കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇടതുപക്ഷം അല്ലെങ്കിൽ കോൺഗ്രസ് അല്ലെങ്കിൽ UDF എന്ന ഒരു പൊളിറ്റിക്കൽ നിലപാടിനപ്പുറത്തേക്ക് മനുഷ്യനെ പല കമ്പാർട്ട്മെന്റുകളായി തിരിച്ച് വ്യത്യസ്ത ജാതിപരമായി തിരിച്ച് വോട്ട് വാങ്ങുന്ന ഒരു സംവിധാനത്തിലേക്ക് കേരളത്തെ മാറ്റാൻ ശ്രമിക്കുന്നു. അതിനകത്ത് കോൺഗ്രസിന് വലിയ പങ്കുണ്ട്. അതുപോലെ തന്നെയാണ് ഞാൻ പറഞ്ഞത്, ലീഗിന്റെ ഒരു വിഭാഗം തീവ്ര വലതുപക്ഷ നിലപാടിലേക്ക് പോകുന്നു. ഇതൊരു കാരണവശാലും കേരളത്തിന്റെ ഭാവിയെ സംബന്ധിച്ച് നമുക്ക് പ്രയോജനകരമല്ല. കേരളത്തിന്റെ മുന്നേറ്റത്തിന് തടസ്സം നിൽക്കുന്നതാണ്. കേരളത്തിലെ ജനങ്ങളുടെ യോജിപ്പിനും ഐക്യത്തിനും ഇത് തടസ്സം വരും. അത് ഈ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ അതീവ ഗൌരവമായ ഒരു വിഷയമായിട്ട് ഞങ്ങൾ ഉയർത്തിക്കാണിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഇടക്കാലത്ത് കോൺഗ്രസിനെ വിമർശിക്കപ്പോഴും ലീഗിനൊരു സോഫ്റ്റ് കോർണർ എം.പി. ഗോവിന്ദമാസ് അടക്കമുള്ള ആളുകൾ പുലർത്തിയിരുന്നു. അപ്പം ഇപ്പൊ എന്താ അങ്ങനെ നിലപാട് മാറ്റം വരാൻ കാര്യം? അല്ല, ലീഗിനോട് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം ഞങ്ങൾ നടത്തിയിട്ടുള്ള റിവ്യൂവിനകത്ത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ SDPI, ജമാഅത്ത് ഇവര് തീവ്ര വലതുപക്ഷ നിലപാട് സ്വീകരിക്കുന്ന രണ്ട് പാർട്ടികളാണ്. അവരെ അവസരവാദപരമായ തീവ്ര നിലപാട് സ്വീകരിക്കുന്ന പാർട്ടി തന്നെ അവരെ മാറ്റി നിർത്തേണ്ടതാണ്. എന്തുകൊണ്ടാണ് കോൺഗ്രസും മുസ്ലിം ലീഗും അവരെ കൂട്ടിച്ചേർത്ത് ഈ തെരഞ്ഞെടുപ്പെല്ലാം മത്സരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ RSSുമായിട്ട് ചേർന്നുകൂടെ? എന്താണ് RSSും ഇവിടുത്തെ SDPIയുമായിട്ടുള്ള വ്യത്യാസം? ആലപ്പുഴയിലാണെങ്കിൽ ഒരു RSSകാരനെ കൊന്നു, ഒരു SDPIക്കാരനെ കൊന്നു. ഈ തീവ്രവാദപരമായി ചിന്തിക്കുന്ന രണ്ട് സംഘടനകളെ എപ്പോഴും നമ്മുടെ പൊതുസമൂഹത്തിനും ഭാവിക്ക് അപകടമായതുകൊണ്ട് മാറ്റി നിർത്തണമെന്നുള്ള ഒരു പൊതു രാഷ്ട്രീയ നിലപാടിനോട് യോജിച്ചു പോകണ്ടേ? അപ്പോൾ ലീഗ് ഉയർത്തിപ്പിടിച്ച മതനിരപേക്ഷ നിലപാടിനൊന്നും ഞങ്ങൾ എതിർക്കുന്നില്ല. എന്നാൽ ഇപ്പോൾ ലീഗ് എടുക്കുന്ന സമീപനം അങ്ങേയറ്റം ഉത്കണ്ഠാജനകമാണ്, ഖേദകരമാണ്, ഭാവി കേരളത്തിന്റെ രാഷ്ട്രീയ മുന്നേറ്റത്തിന് തടസ്സമാണ്. കേരളത്തിന്റെ മതനിരപേക്ഷതയ്ക്കും കേരളത്തിന്റെ ഐക്യത്തിനും യോജിപ്പിനും ഉതകുന്നതല്ല ആ ലീഗിന്റെ നേതൃത്വം. അതിന്റെ പ്രസിഡന്റായിരിക്കുന്ന ആളാക്കാലത്ത് ഇടപെടണം എന്ന ഒരു ജാഗ്രതയോടുകൂടി ഇടപെടണമെന്ന കാര്യമാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ഇന്നലെ ശ്രദ്ധപ്പെടുത്തിയിട്ടുള്ളത്.